അളിയന്റെ ചായ ഞങ്ങളെ ഫോട്ടോ എടുത്താ നമ്മളെ സനകൽ അബ്ദുറഹീം 24 മണിക്കൂർ ചായക്കട നമ്മളെ കോണ്ടാക്ട് അവിടെ ഇരിക്കുന്നൊരു വൈബാണ്. പിന്നെ നമ്മളെ നൗഫൽ വലീഗത്ത് ഔക്കർ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്മൈക്ക തന്നെ റഫീഖ നല്ല അടിച്ചാപ്പൊളി പൊറോട്ട. അതെ 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 പൊറോട്ട അടിച്ചാപ്പൊളി പൊറോട്ട പൂരി അല്ലേ മോനെ? ഓനോട് പറയണേ അടിച്ചാലും ഓന് നേരെ ബാക്കിൽ കൂടെ എന്റെ വീട്ടിലേക്ക് വരും. അടിക്കില്ല ഓന്റെ ആൾക്കാർ കൊല്ലു. നേരെ പാടത്ത് കൂടെ എന്റെ വീട്ടിലേക്ക് വരാം. ഓനെ നമ്മള് രണ്ടാളും ഇല്ല, നമ്മള് രണ്ടാളും കൂടിയിട്ട് ഉണ്ടല്ലേ? മൂന്നാക്കിയ 3 രൂപ വെച്ചാ 3 മട്ടൻ്റെ നെയ്യിട്ടിട്ടല്ലേ നമ്മളിങ്ങനെ സംഭവം സ്പോൺസർ കമ്പോ 3 നമുക്കുള്ളതല്ലേ. അപ്പോൾ അതാണ് മട്ടൻ്റെ നെയ്യിട്ടുള്ള കുട്ട എടുത്തിട്ടുള്ളത് നമ്മൾ കമ്പോ. അങ്ങനെ പോവാ. ഇത് വീഡിയോ എന്താണ്? കുട്ടാടമ്പാടം ടീംസ്. ഇപ്പോ
കുളിക്കാനുള്ള ഇതായിട്ടാ ഞങ്ങളെ ചെറിയൊരു വ്ളോഗ് ചെയ്യാണ് ഇറച്ചി അടിക്കാൻ വേണ്ടി പോയതാണ്. ഇറച്ചി അടിക്കാൻ വേണ്ടി പോയതാണ്ടാ. സൈക്കിളുണ്ടല്ലോ ആവശ്യമില്ലാത്ത പറയുമ്പോ നമുക്ക് ശരിയാവില്ല. പലതരം ലോകം ഇത് കഴിഞ്ഞ മുത്ത ഈ കാണുന്ന 10 കിലോ 160 കാണല്ല 100 1 കിലോ ഫുള്ളായിട്ടൊന്നും എടുക്കില്ലോ. ആ പറയും പറയും വ്ളോഗാണ്, വീഡിയോ ആണ്. ശരിക്കും പിടിച്ചോനെ ഇത് എവിടെ കൊണ്ടുവരാ? പൊന്നാണിയാ? പൗഡറില്ല ആഴ്ചകൾ പാക്കില്ല അലർജികളെ കുറിച്ചില്ല. അങ്ങനെ ഞാൻ പകുതി കഴുകി വെച്ച കുട്ടൻ ഇപ്പോൾ ബാക്കി കഴുകിക്കൊണ്ടിരിക്കണം. താൻ വീഡിയോ എടുത്താൽ മതി, തള്ളാൻ നിൽക്കണ്ട. കണ്ടില്ല നമ്മൾക്ക് തള്ളലായിട്ടാ വന്നേക്ക് ക്യാമറയുടെ നടക്കുക, ഒരു പണി എടുക്കാണ്ട്. രാവിലെ നമ്മൾ ന്യൂട്രലായിട്ട് പോയിട്ട് വാങ്ങിച്ചിട്ടുള്ള കമ്പൗണ്ടായിരുന്നു. ശ്രീമാൻ കമ്പൗണ്ട് ഇതിൻ്റെ സ്പോൺസർ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള റെഡിയാണ്. ഇനി അറിയാൻ ബാക്കിയുള്ള ഐറ്റംസുകളാണ്. ഇതൊന്നുമില്ല, ഇനി വരുന്നുള്ളത് ഒരു സാമ്പിൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫാണ് നൗഫൽ വലിയത്ത്. എങ്ങനെയാണ് പരിപാടി നമ്മളെ ആദ്യം മട്ടൻ ഒന്ന് കുക്കറിലിട്ട് വേവിക്കും. എന്നിട്ടാണ് അതിന്റെ തുടക്കം കുറിക്കുന്നത്. മസാല വേറെ ആക്കിയിട്ട് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയിട്ട് മന്തി റൈസ് കഴിക്കില്ലേ, നമ്മൾ മജ്ബൂസും മട്ടൻ ബോയിൽ ചെയ്തിട്ടതാണ്. മട്ടൻ ബോയിൽ എന്നിട്ട് മസാലയും നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും അറബികൾ കഴിക്കുന്ന പോലെ കൂടുതലാണ് കഴിക്കണം. അപ്പൊ നമ്മൾ കുറച്ച് എരിവ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയിലാണ് സംഭവം ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓരോന്ന് മൈനോട്ടായിട്ട് കഴുകിക്കൊണ്ടിരിക്കണം. മിക്സറാണ് സാറ്. ഈ നെയ്യൊന്നും കളയാൻ പാടില്ല. നെയ്യ് കാരണം കുട്ടനിൽ നമ്മൾ മട്ടൻ്റെ നെയ്യ് ഇട്ടിട്ടാണ് പരിപാടി. അപ്പോൾ ഒരിക്കലും നെയ്യ് കളയരുത്. ആ ഇഞ്ചി പച്ചവെള്ളം ചേർക്കുന്ന ഇതിനോണം ഇതാണ് നമ്മളെ സാധനങ്ങൾ എത്തിക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ റെഡി ടു കുക്ക് ആക്കുന്നത് ഇവിടെയാണ്. അവിടെ ജസ്റ്റ് ഒരു ഫിനിഷിംഗ് വർക്ക് മാത്രം ആക്കലാണ്. പിന്നമ്പുറം കാഴ്ചകളാണിത്. പിന്നമ്പുറം കാഴ്ച. ഇതിപ്പോൾ നമ്മൾ സവാള ഇട്ട് ഇതിൽ സവോള, തക്കാളി, ഇഞ്ചി പച്ചമുളക് ചതക്കിയത്, പട്ടിയും കറാമ്പിൻ്റെ 2 കഷ്ണം, ഒരു 4 ഏലക്കായ, കറാമ്പു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, സ്പൈസ് മസാല. അപ്പോൾ നമ്മളെ നൗഫൽ ബി അത് വളരെ മനോഹരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ്ട. മസാല ശരിക്കും ചേർന്ന് പിടിക്കണം. കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ തന്നെ കളറാണ് കാണാം. രണ്ട് കുക്കറിലാക്കിയില്ല നമ്മൾ. ഇത് ഫുള്ളായപ്പോൾ അത് കുക്കറും കൂടി ആക്കിയിട്ടാണ്.
അപ്പോൾ ഇതൊരു കടുത്ത മത്സരം വെള്ളം വയ്ക്കണ നമ്മളെ അൻസാർ കുമ്മനടിച്ചിരിക്കുകയാണ്. കുക്കർ മൂടി വെച്ച് അപ്പോൾ അരി നന്നായി കഴുകണം അല്ലേ? നമ്മൾ സുർക്കുണ്ട്. സ്പോൺസർ കണ്ടില്ലല്ലേ? ഇപ്പൊ തക്കാളിയാണ് കുനുകുനാന്ന് പറഞ്ഞു അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറച്ചിനെക്കാട്ടി വില 100 രൂപ അല്ലേ? 100 രൂപ അല്ലേ? 110. ഇസ്മായിലാണ് ഇത് വഴി കടന്നു വരുന്നത്. ഇസ്മായില് ഔക്കറിന്റെ നൗഫലിന്റെ മജ്ബൂസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? താങ്കൾ മുന്നേ കഴിച്ചിട്ടുണ്ടോ? മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് കുറച്ചു. ആര് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് കറിവേപ്പില. നമ്മളെ ഇറച്ചിക്കുള്ള മസാലയാണ്. ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള മസാല നെയ്യ് ഉണ്ടാവട്ടെ. പിന്നെ എന്നോട് പറയുന്നത് എണ്ണ കൂടുതലാണ്. അതിലല്ല, നെയ്യ് അതിൻ്റെ ഒരു ഭാഗം. ഞാൻ നാളെ കഴിക്കുള്ളൂ. ഇന്നധികം നാളെ കഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതെ, മസാല അല്ല, ചോറ്. ആ ശരിയാണ്, ചോറ്. സ്പോൺസർ വന്നിട്ടുണ്ട്. മസാല രണ്ടാലും നോക്കിയൊരു ഉപ്പ് കുറവുണ്ടാവും. എരുണ്ടാ കുറവാ. സ്പോൺസർ എന്താണ് പറയാനുള്ളത്? മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. മസാല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഉപ്പുണ്ടായിരുന്ന നോക്കണം. നമുക്ക് നോക്കാം. കാരണം മട്ടൻ മട്ടനല്ല, കുട്ടൻ. കുട്ടൻ. ഇനി ഇതൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം അല്ല ഒന്നുകൂടി ആയതിന് ശേഷം നോക്കുക. ഉപ്പ് കുറേ ഉപ്പിടാം. കണ്ട കുമ്മനടിക്കണുണ്ടല്ലേ ചക്ക ഇരുന്നിട്ട്. വേണ്ട സാറേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. കുട്ടൻ, അതായത് മട്ടൻ്റെ നെയ്യും കൂടിയിട്ടുള്ളത് ഫിനിഷിങ് സ്റ്റേജിലാണുള്ളത്. അത് വറ്റിച്ചെടുക്കാനുള്ള ഇതിലാണ്. അതുപോലെ തന്നെ നമ്മൾ റൈസ് ഉണ്ടാക്കാനുള്ള ഒരു മസാല, കുട്ടൻ്റെ നെയ്യും അതുപോലെ തന്നെ ആ ഒരു ഗ്രേവിയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത് അല്ലേ? ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്പെഷ്യൽ ഷെഫാണ് നമ്മളെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്, നൗഫൽ ബി.
കളമേ എന്റെ ജീവിതമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സമയനോടെ ചമ്മന്തി എടുക്കാൻ പറയും. എങ്ങനെണ്ടാ സനകളെ? അടിപൊളി സൂപ്പർ ലക്ഷ്മണ എന്തായി? സൂപ്പർ. ചുട്ടിപ്പാറ ധരിക്കണം. ചുട്ടിപ്പാറ ആ ചമ്മന്തി എടുക്കാൻ പറയും. ചമ്മന്തി മാത്രമേ ഉള്ളൂ. വീണോ എങ്ങനെയുണ്ട്? വീണോ തൊട്ടിട്ടില്ല. ചമ്മന്തി എടുക്കണോ? ആ പുതിയ പിള്ള പറയും. കുട്ട രക്ഷല്ല.